നമ്മൾ past continuous forms to be past forms of to be plus present participle. That means ing form of the verb. നമ്മൾ അതിൻ്റെ distribution കണ്ടു. First person I was, third person he was, she was, it was. All the other places were. Negative രണ്ടിൻ്റെയും കൊണ്ട് മധ്യത്തിൽ നോട്ട് എഴുതുക. And he was not singing. I was not singing. They were not singing. Short form kandu wasn't, weren't. Yes or no question. He was singing. Was he singing? The basic question. He was singing a song. What was he singing? So we uses. We oral tense revise cheyidangana. Uses. First one is to express actions continuing, that is ongoing, prior to speaking. Prior to speaking എന്നുള്ളത് past ആണ്. Past tense ൽ നമ്മൾ എന്ത് പറയണമെങ്കിലും prior to speaking ആയിരിക്കണം. നമ്മൾ പറയുന്നതിന് മുമ്പ്, സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നുള്ള അർത്ഥത്തിലല്ല, പറയുന്നതിന് മുമ്പ്, ജസ്റ്റ് പറയുന്നതിന് മുമ്പായിരിക്കണം. അപ്പോൾ നമുക്ക് പറയാം ഇൻ ദ മോർണിംഗ് ദേ വെർ പ്ലേയിങ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു മണിക്കാണ്. ഇൻ ദ മോർണിംഗ് ദേ വെർ പ്ലേയിങ് കാർഡ്സ് അങ്ങനെ പറയാം അല്ലേ. അതുപോലെ ലാസ്റ്റ് ഈവനിങ് ദേ വെർ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ്. They were sitting and talking. They were and continue ongoing action ആണ്. They were sitting and talking over. പിന്നെ വേറെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ രണ്ട് സംഭവം നടക്കുകയാണ്. ഒന്ന് തുടരുന്നു, ഒന്ന് സംഭവിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ as I was crossing the road a truck hit me. ഇപ്പം as I was crossing the road എന്നുള്ളത് ട്രക്ക് ഹിറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ അല്ലെങ്കിൽ ആസ് ട്രക്ക് ഹിറ്റ് മീ എന്നുള്ളത് ആസ് ഐ വാസ് ക്രോസിംഗ് ദ റോഡ്. അതിൻ്റെ ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു ഓൺഗോയിങ് ആക്ഷൻ ഇൻ റിലേഷൻ ടു അനദർ ആക്ഷൻ. ഓൺഗോയിങ് ആക്ഷൻ എന്ന് വെച്ചാൽ ആസ് ഐ വാസ് ക്രോസിംഗ് ദ റോഡ് ആൻഡ് ദെൻ ദ ആക്ഷൻ റിലേറ്റഡ് ടു ദാറ്റ് ക്രോസിംഗ് ഈസ് എ ട്രക്ക് ഹിറ്റ് മീ. As I was sleeping, he called me. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ അല്ലെങ്കിൽ ദ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ആസ് ഐ വാസ് സ്ലീപ്പിംഗ് എന്നാണ്. ഹി കോൾഡ് മീ എന്നുള്ളത് എന്താണ്? അനദർ. സോ ഓൺഗോയിങ് ആക്ഷൻ ഇൻ റിലേഷൻ ടു അനദർ ആക്ഷൻ. The another ongoing action is as I was sleeping, or while I was sleeping, or when I was sleeping. As I was sleeping. എന്നൊക്കെ പറയാം. അപ്പം ദാറ്റ് ഈസ് ദ ഓൺഗോയിങ് ആക്ഷൻ. അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഹി കോൾഡ് മീ. as I was sleeping, he called me. അല്ലെങ്കിൽ he called me എന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ഷനാണ് as I was sleeping. ഒരു ഡയഗ്രാം വരയ്ക്കണത് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ. ഇതാണ് ആക്ഷൻ റിലേഷൻ. ഇത് ബാക്ക്ഗ്രൗണ്ട്. As I was sleeping, what happened എന്നുള്ളതാണിത്. എന്താണ്? കോൾഡ്. ഇവിടെ സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് എന്നുള്ളതാണ് ഓൺഗോയിങ് ആക്ഷൻ. ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു അല്ലെ കണക്റ്റഡ് ടു ദിസ് ആക്ഷൻ കോൾഡ്. അത് സാധാരണ ഇതിൻ്റെ ഒരു ഉപയോഗം അതാണ്. പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം അതാണ്. വൈൽ ഷി വാസ് sweeping the floor, a lizard fell down. From ഫ്ലോർ ഇങ്ങനെ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പല്ലി താഴോട്ട് വീണു. ഇപ്പം ഫ്ലോർ വൃത്തിയാക്കുക എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ അല്ലെ ഓൺഗോയിങ് ആക്ഷൻ. അതിൻ്റെ ഒരു റിലേറ്റഡ് ആക്ഷനാണ് പല്ലി താഴോട്ട് വീണത്. അല്ലെ നമുക്കിങ്ങനെ പറയാം as I was praying my friends hit me from behind. ഓൺഗോയിങ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എൻ്റെ പുറകിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ. ഇടിക്കുക എന്നല്ല, ഇടിച്ച് കഴിയുമ്പോൾ നമുക്ക് വീടില്ല, അതല്ല, നമ്മളെ ജസ്റ്റ് തന്നെ
നമ്മൾ തോണ്ടി എന്നൊക്കെ പറയും, തോണ്ടുക എന്നൊക്കെ പറയും. അങ്ങനെ ഇത്രേ ഉള്ളൂ കേട്ടോ, സീരിയസ് ആയിട്ടൊന്നുമില്ല. Or you can say, when I was traveling, I met a beggar. ഞാൻ യാത്രയിലായിരുന്നപ്പോൾ, അതാണ് ഓൺ ഗോയിങ് ആക്ഷൻ. ട്രെയിനിൽ പോകാം. ഇപ്പം ട്രെയിനുകളൊക്കെ പണ്ട്, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പണ്ടൊക്കെ ഈ യാചകർ കയറി വരും, വെറുതെ ഇങ്ങനെ പൈസ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഒരു പൈസ ഇങ്ങനെ ചോദിക്കും. അതാണ് while I was traveling by train, I met a beggar. Or I met a poor man. എന്നാലാണ് ഞാൻ കണ്ടത്. As I was entering the theatre, the supply went off. അതാണ്. പിന്നെ മൂന്നാമത്തെ യൂസാണ് to express two or more ongoing actions in the past. While I was sleeping, she was studying. While I was sleeping, she was studying. രണ്ടും പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, രണ്ടും ഓൺഗോയിങ് ആണ്. അങ്ങനെയും പറ്റും. നാലാമതാണ് ടു മാർക്ക് എ പോയിന്റ് ഓഫ് ടൈം ഇൻ ദി പാസ്റ്റ്. അത് ഉദാഹരണം പറയാൻ നമുക്ക് പറയാം, at 4 o'clock the match was just starting. ഞാൻ പോന്നു, അതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി ഡിലേ ആവുമല്ലോ എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ പറയാം, at 5 o'clock in the evening the train was just arriving. അതുകൊണ്ട് ഞാൻ ഇനി പോന്നു, ട്രെയിൻ ക്യാൻസൽ ചെയ്തു. അപ്പം at 5 o'clock എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈമാണ്, പോയിന്റ് ഓഫ് ടൈമാണ്. at 5 o'clock in the evening the train was just arriving on the platform. അതാണ് just arriving at the platform. അപ്പം ആ 5 o'clock എന്ന് പറയുന്ന പോയിന്റ് സ്ട്രെസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണത്. അപ്പം ഞാനിങ്ങനെ പോന്നു. അല്ലെ നമുക്ക് പറയാം at 3 PM the celebration was starting. Started എന്നല്ല, just was starting. 3 PM. We expected it to start at 10 AM. 10 മണിക്ക് തുടങ്ങുന്നത് 3 മണി വരെ, 2:45, 3 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം സ്റ്റാർട്ട് ചെയ്തുകൊള്ളാണ് ഞാൻ ഈ പോകും. അങ്ങനെ പർട്ടിക്കുലർ പോയിന്റ്. 4 തരത്തിലാണ് ഇതിൻ്റെ ഉപയോഗം. ഒന്ന്, to express actions continuing or ongoing prior to speaking. അത് എപ്പോഴും പാസ്റ്റ് ആണ്. 2, to express an ongoing action in relation to another action in the past. As I was crossing the train, the truck hit me, or a car hit me, or a motorbike knocked me down. To express 2 or more ongoing actions in the past. While I was sleeping, she was studying. To mark a point of time in the past. At 8 o'clock at 11 o'clock in the morning, they were at 11 o'clock in the morning, the program was just starting. At 11 o'clock in the morning, they were just serving the breakfast. 11 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിന് നേരത്തേക്ക് പോകും എന്നുള്ള അർത്ഥത്തിലാണ്, ആ അർത്ഥമാണ്. മനസ്സിലായോ? എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. ഇറ്റ് വാസ് റെയിനിങ് 4 hours yesterday. മണിക്കൂറുകളോളം ഇന്നലെ മഴ പെയ്തു. അത് ആദ്യത്തെയാണ്, ടു എക്സ്പ്രസ് ആക്ഷൻസ്. ദേ വർ പ്ലേയിങ് കാർഡ്സ് ഇൻ ദ മോർണിംഗ്. രാവിലെ അവർ ലാസ്റ്റ് ഇയർ ഹി വാസ് ഡൂയിങ് ബിസിനസ്. കഴിഞ്ഞ വർഷം he was talking when I met him. ഞാൻ അവനെ കണ്ടപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. As I was crossing the road, a truck hit me. And the background action. While she was studying, I was cooking. പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കാപ്പിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. When I saw her, she was crying. No, she was crying is the ongoing action. Then they were weeping and praying. Weeping and praying. And while mother was working, I was sleeping. മിക്ക വീട്ടിലും അങ്ങനെയല്ലേ, അമ്മ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും, മക്കളെല്ലാം നേരത്തെ കിടന്നുറങ്ങും. At 4 o'clock,
The point at 4 o'clock the program was just starting. That point of time. This just showing a point of time. A point of time when the program started. As I was entering the house, a mouse fell on my head. വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പൂച്ചയില്ലാത്ത വീടാണ്, അതുകൊണ്ട് ഒരു എലി എൻ്റെ തലയിൽ വന്നു. എലി തലേ വീണെന്നുള്ളതാണ് ഇത് ആക്ഷൻ. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാനിങ്ങനെ വീട്ടിലോട്ട് കയറും. In relation to an ongoing action, the action in relation is എലി തലേ വീണു. Ongoing action is as I was entering the house. ഇതാണ് ഒത്തിരി വളരെ പ്രാധാന്യമുള്ളൊരു ടെൻസാണിത്. ബിക്കോസ് നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഭാഷ പറയുന്ന ഭൂതകാലമാണ്. അപ്പം ഭൂതകാലത്തിൽ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനാണ് അതിനെപ്പറ്റി പറയാനാണ് ഈ ടെൻസ് പ്രത്യേകം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ യൂസ് എന്നുള്ളതാണ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ഫോർ അനദർ ആക്ഷൻ. ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആസ് ഐ വാസ് ക്രോസിംഗ് ദ റോഡ്, അതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം എന്ത് പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുവാണ്, എ മോട്ടോർ ബൈക്ക് നോക്ക്ഡ് മീ ഡൗൺ. മോട്ടോർ ബൈക്ക് നോക്ക്ഡ് മീ ഡൗൺ എന്നുള്ളതാണ് ആക്ഷൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇത്. മനസ്സിലായി? As I was singing, my friends disturbed me. ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ഇപ്പം ഓൺഗോയിങ് ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. ഡിസ്റ്റർബ് എന്നുള്ളതാണ്. ഇപ്പം ഇൻ റിലേഷൻ ടു an action in the past in relation to an ongoing action. ഒരു ഭൂതകാലത്ത് നടക്കുന്ന ഒരു സംഭവം അതിനെ ബന്ധിപ്പിക്കുന്നതാണ് ഓൺഗോയിങ് ആക്ഷൻ. മനസ്സിലായി? അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ലാസ്റ്റ് ഇയർ we were studying in that college. This year we are studying in this college. No, past and present continuous വരുന്നതാണ്. Last year I was doing my PhD in such and such university. This year I am teaching now. Last year I was doing this year I am. നമുക്കൊരു കൺട്രാസ്റ്റ് ആയിട്ടും പറയാം. വളരെ വളരെ വേണ്ടപ്പെട്ട എല്ലാ ടെൻസും വേണം, പക്ഷേ ഇത് ഒത്തിരി പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായോ? ഉദാഹരണത്തിന് പറയുകയാണ്, വേർ വേർ യു ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സാധിക്കും. വേർ വേർ യു സർ, ഐ വാസ് ഹെൽപ്പിംഗ് മൈ പേരൻസ്. നോണയായിരിക്കും പറയുന്നത്, എങ്കിലും ടെൻസ് ഉപയോഗിക്കുന്നത് ഐ വാസ് ഹെൽപ്പിംഗ് മൈ പേരൻസ്. ഐ ഹെൽപ്ഡ് മൈ പേരൻസ് എന്ന് പറയുന്നത് അത്രയും ഫോഴ്സ് ഉപയോഗിക്കുക. അത് തന്നെ ഒരു മിനിറ്റ്. ഇത് ഐ വാസ് ഹെൽപ്പിംഗ് മൈ പേരൻസ് ഇൻ ദ മോർണിംഗ്. ഉച്ച കഴിഞ്ഞാൽ പുള്ളി വരുന്നത്, എല്ലായിടത്തുള്ളൊക്കെ പോയിച്ചു വന്നതായിരിക്കും, പക്ഷെ പറയുന്നില്ല. ഐ വാസ് ഹെൽപ്പിംഗ് മൈ പേരൻസ്. ചിലപ്പോൾ നേരായിരിക്കും, അങ്ങനെയാണ്. വൈ ആർ യു സ്ലീപ്പിംഗ് നൗ ഇൻ ദ ക്ലാസ് പറയാ, സർ ഐ വാസ് ഡൂയിങ് സം വർക്ക് അറ്റ് നൈറ്റ്. ഐ വാസ് ഡൂയിങ് സം വർക്ക് അറ്റ് നൈറ്റ് പക്ഷേ രാത്രി കുറെ നേരത്തേക്ക് ഞാൻ ഈ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയുന്നതിന് പറ്റിയൊരു ടെൻസാണ്. മനസ്സിലായി? ഒത്തിരി സെൻറ്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കുക. ഐ വാസ് ടേക്കിംഗ് ബുക്സ്, ഐ വാസ് സിംഗിങ് സോങ്സ്, ഐ വാസ് സ്വിമ്മിങ് ഇൻ ദ റിവർ, ഐ വാസ് റൈറ്റിംഗ് ലെറ്റേഴ്സ്, ഐ വാസ് ലുക്കിംഗ് അറ്റ് പീപ്പിൾ, നോട്ട് പീപ്പിൾ, ഐ വാസ് ലുക്കിംഗ് അറ്റ് പിക്ചേഴ്സ്, ഐ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ക്രോസ് റോഡ്സ്, ഐ വാസ് catching fish, then I was coming to see you, I was coming to see you. ഈ കണ്ടിന്യൂസ് ടെൻസിനെല്ലാം ഓർത്തോണം, സ്റ്റേറ്റീവ് വെർബ്സിൻ്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കരുത്. കാരണം ഞാൻ പറഞ്ഞു, സ്റ്റേറ്റീവ് വെർബ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആക്ഷനാണ്, അല്ലാതെ സി എന്ന് ഇങ്ങനെ മാറാൻ പറ്റില്ല. സോ ഐ വാസ് സീയിങ് എന്ന് പറയുന്നത്, ഐ സോ പറയുന്നത്. സ്റ്റേറ്റീവ് വെർബ്സ് എടുത്ത് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ സ്പെഷ്യൽ കേസൊക്കെ ഞാൻ പറഞ്ഞൊന്നുമില്ല നിങ്ങളോട്. പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഫോർ ദ ടൈം ബൈ, ഹാവ് എ നൈസ് ഡേ.